ഈ യൂസ് ടു എന്ന് പറയുന്ന ഗ്രാമർ ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂസ് ടു മുൻകാലത്ത് പതിവായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ യൂസ് ടു അല്ലെ. പക്ഷേ യൂസ് ടുവിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് വെർബാണ് ഇടുക. ടു വന്നാൽ ഫസ്റ്റ് വെർബ്. ഐ യൂസ് ടു പ്ലേ ഫുട്ബോൾ, ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ടായിരുന്നു. ഐ യൂസ് ടു ഗോ ടു ടെമ്പിൾ, ഞാൻ അമ്പലത്തിൽ പോകാറുണ്ടായിരുന്നു. അങ്ങനെ പാസ്റ്റ് ആയിട്ട് പറയുമ്പോൾ യൂസ് ടു. പക്ഷേ യൂസ് ടുവിന്റെ കൂടെ ING വരുന്ന ഗ്രാമർ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യൂസ് ടുവിന്റെ കൂടെ ING. ശീലമാണ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ യൂസ് ടുവിന്റെ കൂടെ ING ഇടുക. അവൾക്ക് പാചകം ചെയ്ത് നല്ല ശീലമുണ്ട് കേട്ടോ. ഷീ ഈസ് യൂസ് ടു കുക്കിംഗ്. അതുപോലെ അവൾക്ക് ഇംഗ്ലീഷ് സംസാരിച്ച് വലിയ ശീലമൊന്നുമില്ല. ഷീ ഈസ് നോട്ട് യൂസ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ്. ING ഇട്ടുണ്ടല്ലോ അല്ലേ. അതുപോലെ അവന് നിലത്ത് കിടന്ന് ഭയങ്കര ശീലമൊന്നുമില്ല കേട്ടോ. ഹി ഈസ് നോട്ട് യൂസ് ടു സ്ലീപ്പിംഗ് ഓൺ ദ ഫ്ലോർ. ING ഇട്ടാ ശ്രദ്ധിച്ചല്ലോ അല്ലേ. കൊണ്ടും കൊടുത്തും ഒക്കെ എനിക്ക് നല്ല ശീലമാണ്. ഐ എം യൂസ് ടു ഗിവിംഗ് ആൻഡ് ടേക്കിംഗ്. മനസ്സിലായോ? അപ്പൊ യൂസ് ടു പ്ലസ് ING ശീലമാണ്. സോ വെൽക്കം ടു ഷനൈറ്റ്സ് അക്കാഡമി. നിങ്ങൾ ബേസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 175 ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കും. ഇന്റർമീഡിയറ്റ് ആണെങ്കിലോ 350 ടോപ്പിക്സ്. ഇനി അഡ്വാൻസ് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ 500 മുതൽ 700 വരെയുള്ള ടോപ്പിക്സ് നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതാണ്. ഒന്ന് ഓർക്കുക, പ്രാക്ടീസ് ചെയ്യാതെ ഫ്ലുവൻസി ഇല്ല. സോ വെൽക്കം ടു ഷനൈറ്റ്സ് അക്കാഡമി. താങ്ക് യു.